റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ അഥവാ നാട്ടുകാർ വിളിക്കുന്ന മൊട്ട അരുൺ, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ പണം കണ്ടാൽ എവിടെ ചെന്നും കമന്ന് വീണ് ആര് പറയുന്നതും വെള്ളം തൊടാതെ വിഴുങ്ങും. ഏത് വ്യാജ വാർത്തയും വിശ്വസനീയതയോടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വലിയ പഠിപ്പും വിവരവും ഉണ്ടായിട്ട് കാര്യമില്ല, തനി കച്ചറ രീതിയിലാണ് സംസാരവും പെരുമാറ്റവും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. കാട്ടുകള്ളന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടിൽ മരമുറി കേസ് 24 ചാനലിൽ ഇരുന്നു കൊണ്ട് വിശദമായി റിപ്പോർട്ട് ചെയ്ത ഈ അരുൺകുമാറിനെ കാട്ടുകള്ളന്മാർ ആരൊക്കെയാണോ, അതായത് അരുൺകുമാർ ആരൊക്കെയാണോ കാട്ടുകള്ളന്മാരെന്ന് വിശേഷിപ്പിച്ചത്, അവർ തന്നെ പൈസ കൊടുത്ത് ഹൈജാക്ക് ചെയ്ത് അരുൺകുമാറിനെ റിപ്പോർട്ടർ ചാനലിലേക്ക് വരുത്തിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഇവരെ വെള്ളപൂശിച്ചു. അതാണ് ആൻഡ്രൂ അഗസ്റ്റിൻ്റെ മിടുക്ക്. ആൻഡ്രൂ അഗസ്റ്റിനും അഗസ്റ്റിൻ സഹോദരന്മാരെ കുറിച്ചുമാണ് കാട്ടുകള്ളന്മാരെന്ന് പറഞ്ഞത്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഇവരെ കാട്ടുകള്ളന്മാരെന്ന് വീണ്ടും വീണ്ടും വിശേഷിപ്പിച്ച അരുൺകുമാറിനെ ആൻഡ്രൂ അഗസ്റ്റിൻ തൻ്റെ ചാനലിലേക്ക് വിളിച്ചു വരുത്തി മധുരപ്രതികാരം തീർക്കുകയായിരുന്നുവോ എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗർഭചിത്രവുമായി വീണ്ടും രണ്ടാമതും തിരക്കഥ എല്ലാം മെനഞ്ഞ് റിപ്പോർട്ടർ ചാനലും ഇടതുപക്ഷവും കൂടെ വലിയ രീതിയിൽ കോളിളക്കം നടത്തുകയാണ്. കാരണം എന്താണ്? പാലക്കാട് നഗരസഭ BJPയുടെ കയ്യിൽ നിന്നും കൈവിടുമെന്ന് ഏറെക്കുറെ മനസ്സിലായി. CPIMൻ്റെ ഡീലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJPയുടെ നഗരസഭകൾ, സിറ്റിംഗ് നഗരസഭകളിൽ ഒരു ഇളക്കവും തട്ടരുത്. അതാണ് അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ആ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി കൃത്യമായി വാദഗതികൾ ഉയർത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇതാ പാലക്കാട് നഗരസഭയിൽ വലിയ തോതിൽ അവിടെ ഒരു മാസ് മൂവ്മെൻറ്റ് തന്നെയാണ് നടത്തുന്നത്. പ്രശാന്ത് ശിവന് ആകെ ഹാലിളകിയിരിക്കുന്നു, C കൃഷ്ണകുമാറിന് ഹാലിളകിയിരിക്കുന്നു. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 5000-ലേറെ വോട്ടുകളുടെ ലീഡ് നഗരസഭയിൽ നിന്ന് നേടിയെടുത്തത് BJP നേതൃത്വത്തെ അക്ഷരം പ്രതി ഞെട്ടിച്ചിരിക്കുകയാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ, തകർക്കാൻ വ്യാജ ഗർഭക്കേസല്ലാതെ മറ്റെന്താണ് പ്രതിവിധി? രാഹുൽ മാങ്കൂട്ടത്തെ കൊടുക്കുക, ഏതെങ്കിലും പെണ്ണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ നാറ്റിക്കുക, അദ്ദേഹത്തിന് ഇതിൻ്റെ പേരിൽ കുറേ കാലം വലിച്ചിഴയ്ക്കുക, വേണ്ടി വന്നാൽ ഇതിൻ്റെ പേരിൽ വലിയ തോതിൽ തേജോവധം നടത്തി അപ്രപാളികളിലേക്ക് തള്ളിവിടുക. ഇതൊക്കെ ശ്രമിക്കാമായിരുന്നു. പക്ഷെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിച്ചു. ചലച്ചിത്ര താരമായ സീമാജി നായർ ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അറ്റാക്കിനെതിരെ കൃത്യമായ മറുപടി പറയുമ്പോൾ പഴയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയ്ക്ക് അങ്ങ് പൊള്ളിക്കേറുകയാണ്. PP ദിവ്യ നാവുകൊണ്ടും ഒരു മനുഷ്യൻ്റെ മരണത്തിന് കാരണമാക്കാമെന്ന് തെളിയിച്ച വ്യക്തിയാണ്. അതിന് 51 വെട്ടൊന്നും വെട്ടണ്ട, നാക്കുകൊണ്ടും ഒരാളെ കൊല്ലാം അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ അപഹരിക്കാമെന്ന് തെളിയിച്ച രക്തരക്ഷസാണ് എന്ന് കൃത്യമായി നാട്ടുകാർ വെറുതെ അല്ല പറയുന്നത്. ഒരു ഉളുപ്പും ഒരു രീതിയിലുള്ള ജാളിയതയും ഇല്ലാത്ത തൊലിക്കട്ടിയുള്ള കാണ്ടാമൃഗം തോറ്റുപോകുന്ന തൊലിക്കട്ടിയുമായി PP ദിവ്യ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകുമ്പോൾ ഇതും ഇതിനപ്പുറവും സംഭവിക്കും.